Bismillahir Rahmanir Rahim. In the name of God, the most merciful, the most beneficent. സർവ്വലോക രക്ഷിതാവായ പരമകാരുണികനായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. ആദരണീയനും ഈ സമാജത്തിൻ്റെ പ്രസിഡൻറ്റുമായ GK നായർ അവർകളെ, ബഹുമാന്യനായ ഈ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി മനോജ് മാത്യു അവർകളെ, എൻ്റെ സുഹൃത്തും പത്രപ്രവർത്തകനും, പത്രക്കാർ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാരാണ് നമുക്കറിയാലോ, എൻ്റെ സുഹൃത്ത് സോമൻ ബേബി, വേദിയിൽ ഉപവിഷ്ടരായ ഈ സമാജത്തിൻ്റെ കർമ്മധീരരായ സാരഥികൾ, എൻ്റെ സുഹൃത്തുക്കൾ, സദസ്സിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട ഫാദർ അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ സണ്ണിൻലോ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ CEO കൂടിയായ അദീബ് അഹമ്മദ് അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ സഹോദരന്മാർ, ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ മെമ്പർമാർ, മറ്റ് ക്ഷണിക്കപ്പെട്ട ഒരുപാട് അതിഥികളുള്ള സദസ്സാണിത്. അതിഥികളെ, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അതിലുപരി സമത്വത്തിൻ്റെയും മുഖമുദ്രയായ അത് വിളിച്ചറിയിക്കുന്ന പൊന്നോണം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ സാരഥികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ എൻ്റെ സഹോദരന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആദ്യമായി ഓണാശംസകൾ നേരട്ടെ. ഓണം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ദേശീയ ഉത്സവമാണ്. ലോകത്തെവിടെയും മലയാളികളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഓണം ആഘോഷിക്കാറുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും നഗരാന്തരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും ഓണം ആഘോഷിക്കാറുണ്ട്. ആഫ്രിക്കയിലെ കുഗ്രാമങ്ങളിൽ ഓണം ആഘോഷിക്കാറുണ്ട്. ലോകത്തെമ്പാടും സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എവിടെയൊക്കെ ചെന്നാൽ വിനീതനായ എന്നെ അവർ വിളിക്കുകയും അവരുമായി സൗഹൃദവും സ്നേഹവും ഞാൻ പങ്കിടാറുമുണ്ട്. അവിടെയൊക്കെ ഓണം ആഘോഷിക്കാറുണ്ട്. ഞാനൊരു അന്തർദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹ്റൈനിൽ ഓണം ആഘോഷിക്കുമ്പോൾ ബഹ്റൈനികളായ നമ്മുടെ സഹോദരന്മാർ ആ ഓണസദ്യയിൽ തീർച്ചയായും പങ്കെടുക്കുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഗൾഫിലുള്ള എല്ലാ രാജ്യങ്ങളിലും, ലോകത്തെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഓണസദ്യയിൽ ആ രാജ്യത്തുള്ള എല്ലാവരെയും നാം പങ്കെടുപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഓണം ഒരു അന്തർദേശീയ ഉത്സവമാണ് എന്ന് ഞാൻ പറയുന്നത്. ചെറുപ്പകാലം മുതൽ ഞാൻ ജനിച്ച് കളിച്ച് വളർന്ന നാട്ടികയിൽ ഞങ്ങൾ പൂപറിക്കുകയും ഓണമാഘോഷിക്കുകയും ചെയ്യാറുണ്ട്. എൻ്റെ കൂട്ടുകാരുമൊത്ത് അടുത്ത വീടുകളിൽ നിന്ന് പായസം വരുന്നത് നോക്കി ഞങ്ങൾ ഇരിക്കാറുണ്ട്. ഓണം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒരു ഉത്സവമാണെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. ഇവിടെ മുഹമ്മദും ജനാർദ്ദനും ജോസും എല്ലാവരും ഇരുന്നു കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായി ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കുന്ന, ഒരുമിച്ചിരുന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന, ഒരുമിച്ചിരുന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ലോകോത്തര മാതൃക നാം ഗൾഫിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ മാതൃക ഇവിടെ നമ്മൾക്ക് ആഘോഷിക്കാൻ സാഹചര്യവും അതിന് നമ്മളോട് കരുണയും അനുകമ്പയും കാണിക്കുന്ന ഈ രാജ്യത്തിലെ വിശാല ഹൃദയരും കരുണയുള്ളവരുമായ ഭരണാധികാരികളോട് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അവരോട് ഞാൻ കാണുമ്പോഴൊക്കെ കഴിഞ്ഞ റമദാനിൽ, പരിശുദ്ധ റമദാനിൽ
40 ആളുകൾ മാത്രം വിളിച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഹിസ് മജസ്റ്റി രാജാവ് എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹവുമായി ഒരുമിച്ചിരുന്ന് ഞങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, നോമ്പാശംസകൾ, റമദാൻ ആശംസകൾ നേർന്നത് യൂസഫ് അലി എന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല. ഞാൻ പറഞ്ഞു, മലയാളികളായ ഞങ്ങളടക്കമുള്ള എല്ലാ ഇന്ത്യക്കാരുടെയും റമദാൻ ആശംസകൾ ബഹുമാനപ്പെട്ട രാജാവെ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യക്കാർ സമാധാനപ്രിയരാണ്. ഇന്ത്യക്കാർ, ഞാൻ പറഞ്ഞു, ഞങ്ങളിവിടെ വന്ന് ജോലി ചെയ്ത് ജീവിച്ച്, അതുപോലെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇവിടെ ജീവിക്കുന്നവരുണ്ട്, അല്ലാതെ ഇവിടെ ജീവിക്കുന്നവരുണ്ട്. ഇവിടെ വന്ന് ജീവിക്കുകയും കഷ്ടപ്പെടുകയും അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് അയക്കാൻ അനുവാദം ചെയ്തു തരികയും ചെയ്യുന്ന, അനുമതി നൽകുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങളെപ്പോഴും നന്ദിയുള്ളവരാണ്. ആ നന്ദി ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഞങ്ങളിൽ പെട്ടവരാണ്. ഞങ്ങളുടെ കുടുംബം മാതിരിയാണ് ഞങ്ങൾ നിങ്ങളെ നോക്കുന്നത്. നിങ്ങൾ സമാധാനപ്രിയരാണ്. ആയതുകൊണ്ട് മലയാളികളെക്കുറിച്ചും വിശിഷ്യ ഇന്ത്യക്കാരെക്കുറിച്ചുമുള്ള ഇവിടുത്തെ രാജകുടുംബാംഗങ്ങളുടെയും ഈ ഗൾഫിലെ എല്ലാ രാജകുടുംബാംഗങ്ങളുടെയുമുള്ള ആ വിശ്വാസം അതാണ്. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനും ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനും വേണ്ടി നാം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കൂടി ഈ ഓണാശംസ വേളയിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി ആളുകളുമായി സംസാരിക്കാറുണ്ട്. ഇവിടെ നിന്ന് പോയി ഗൾഫിൽ മാത്രമാണ് നമ്മൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റാത്തത്. അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്പിലും ആഫ്രിക്കയിലും ഫാർ ഈസ്റ്റിലും പോയിട്ടുള്ളവരൊക്കെ, മലേഷ്യയിലടക്കമുള്ളവരൊക്കെ അവിടെ പോയി സെറ്റിൽ ചെയ്തവരാണ്. നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. കഴിഞ്ഞ പ്രവാസി ഭാരതീയ ദിവസിൽ വെച്ച് ഞാൻ അമേരിക്കയിൽ നിന്നുള്ളൊരു മലയാളിയെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 150 ഏക്കർ സ്ഥലത്താണ് അമേരിക്കയിലെ ഒരു പേര്, ആൾക്കാരുടെ സ്ഥലം പറഞ്ഞാൽ മനസ്സിലാവും, അതുകൊണ്ട് സ്ഥലം ഞാൻ പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, 150 ഏക്കർ സ്ഥലത്താണ് എൻ്റെ വീട്. എനിക്ക് ഹെലിപ്പാഡുണ്ട്, അതുകൂടാണ്ട് എനിക്ക് എയർ സ്ട്രിപ്പുണ്ട്, എനിക്ക് എയർക്രാഫ്റ്റ് ഉണ്ട്. ഞാനവിടെ ഹോട്ടൽസ് നടത്തുകയാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഒരു മലയാളി അമേരിക്കയുടെ ഒരു കുഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു നഗരത്തിലോ പോയി ഇത്രയും വലിയൊരു സ്ഥാനത്തെത്തുക എന്നത്. പക്ഷേ ഐ വാണ്ട് ടു ആസ്ക് യു വൺ സ്മോൾ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ടു അവർ സ്റ്റേറ്റ്, ടു അവർ കൺട്രി? ഞാൻ ചോദിച്ചു, നമ്മുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഒരു ആസ്പത്രി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള അനാഥാലയം ഉണ്ടാക്കിയിട്ടുണ്ടോ? വയസ്സായവർക്ക് ജീവിക്കാനുള്ള ഒരു ഓൾഡ് പീപ്പിൾ ഹോം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സ്വത്തും മുതലും ഒന്നും നിങ്ങൾ സമൂഹത്തിനും രാജ്യത്തിനും നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങളത് ഉപയോഗിച്ചില്ല എങ്കിൽ ഈ സ്വത്ത് കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ചെറുപ്പത്തിൽ എൻ്റെ പിതാമഹൻ, എൻ്റെ ഉപ്പയുടെ പിതാമഹൻ നാട്ടികയിൽ ജീവിച്ചിരുന്ന മർഹൂം കുഞ്ഞാമു ഹാജി എന്നോടൊരു കഥ പറഞ്ഞു. ആ കഥ ഇന്നും ഞാൻ ഓർമ്മിക്കാറുണ്ട്. ആ കഥ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിർത്തേണ്ടി വന്നാൽ അപ്പം നിർത്തട്ട. വലിയൊരു പണ്ഡിതൻ സൂഫി വര്യൻ ഹാറൂൺ റഷീദ് രാജാവിൻ്റെ അരികിൽ പോവുകയുണ്ടായി. ഹാറൂൺ റഷീദ് രാജാവിൻ്റെ അരികിൽ പോയി അദ്ദേഹം ഈ പണ്ഡിതനെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വീകരിച്ചിരുത്തുകയുണ്ടായി. ആ പണ്ഡിതൻ ഹാറൂൺ റഷീദ് രാജാവിനോട് ചോദിച്ചു, അല്ലയോ രാജാവേ, നിങ്ങൾക്ക് വെള്ളം കിട്ടാത്തൊരു സാഹചര്യം വന്നു, വെള്ളം തീരെ കിട്ടാനില്ല ഇവിടെ,
വരൾച്ച ബാധിച്ചു. എൻ്റെ കയ്യിലൊരു ഗ്ലാസ് വെള്ളമുണ്ട്. ആ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ എനിക്ക് എന്തതിന് പ്രതിഫലം തരുമെന്ന് പറഞ്ഞു. ആ സൂഫി വര്യൻ്റെ പേര് ഇബ്നു സമ്മാക്ക് എന്നാണ്. കാരണം ഇപ്പം എന്തുണ്ടെങ്കിലും ഗൂഗിൾ ചെയ്ത് ശരിയാണോ എന്ന് നോക്കി തെറ്റാണെങ്കിൽ 100 അഭിപ്രായങ്ങൾ പറയുന്ന കാലഘട്ടമാണ്. അത് കാരണം മുമ്പത്തെ മായിരുന്നു ഞാൻ അടക്കി പിടിച്ച് പറയാറില്ല. ഇബ്നു സമ്മാക്ക് എന്ന സൂഫി വര്യൻ ഹാറൂൺ റഷീദ് രാജാവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വരൾച്ച ബാധിച്ചൊരു സന്ദർഭത്തിൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത്, വെള്ളമില്ലാത്ത സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, ആ വെള്ളം തന്നാൽ നിങ്ങൾ എന്ത് തരും എന്ന്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരും. അതിനുശേഷം പറഞ്ഞു, നിങ്ങളങ്ങനെ വെള്ളം കുടിച്ചു, നിങ്ങൾക്കത് നാച്ചുറൽ പ്രോസസ്സാണ്, മൂത്രമൊഴിച്ച് പോകാൻ സാധിക്കുന്നില്ല. അതിൻ്റെ മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, ആ മരുന്ന് ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് ചോദിച്ചു. ഹാറൂൺ റഷീദ് രാജാവ് പറഞ്ഞു, എൻ്റെ സ്വത്തിൻ്റെ നേർപകുതി കൂടി നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സൂഫി പണ്ഡിതൻ ഹാറൂൺ റഷീദ് രാജാവിനോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നിങ്ങളുടെ സ്വത്ത് മുഴുവൻ ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതായിപ്പോയി എന്ന്. ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന എൻ്റെ സുഹൃത്തിനോട് എൻ്റെ പിതാമഹൻ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ച കഥ ഞാൻ പറയുകയുണ്ടായി. ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ, എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടി ചെയ്യുന്നുവെങ്കിൽ അതൊരിക്കലും എൻ്റെ ഔദാര്യമല്ല, എൻ്റെ ബാധ്യതയും ചുമതലയുമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. ബഹ്റൈനിൽ ഇവിടെ വരുന്ന കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയും എനിക്കറിയാം ഇവിടുത്തെ ചൂടെന്താണെന്ന്. ഞാൻ നിങ്ങളിൽ ഈ ആദരവ് എന്നുള്ളത് ഇപ്പം ഉണ്ടായതാണ്. ഞാൻ പേപ്പർ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം എന്നെ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങളിൽ നിന്ന് വിഭിന്നനാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എൻ്റെ സുഹൃത്ത് നായർ സാറിനെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാനത് സ്വീകരിച്ചു എന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളിൽ ഒരുവനാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ്. ഞാൻ ആദരവ് ഏറ്റുവാകേണ്ടവനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങൾ ഒരുവനാണ്. ആയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്നെ വ്യത്യസ്തനായി കാണരുതെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ബഹ്റൈനിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയും ഇവിടെ വിഷമിക്കുകയും ചെയ്യുന്നവർക്ക് ഒരുമിച്ച് കൂടാൻ, അവർക്ക് സൗഹൃദം പങ്കിടാൻ, സ്നേഹം പങ്കിടാൻ, ഓണം ആഘോഷിക്കാൻ, പെരുന്നാൾ ആഘോഷിക്കാൻ, ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഇവിടെ ഒരു സ്ഥലമില്ല എന്ന ദുഃഖകരമായ അവസ്ഥ അറിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടതും അതിനുവേണ്ടി നിങ്ങളിൽ ഒരുവനായി സംഭാവന പിരിക്കേണ്ടതും ഈ മഹാസ്ഥാപനം കെട്ടിപ്പൊക്കാൻ സഹായിക്കേണ്ടതും എൻ്റെ ചുമതലയും ബാധ്യതയുമാണെന്ന ഉറച്ച വിശ്വാസം, ഉറച്ച ആ അറിവ് എന്നിലുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. ആയതുകൊണ്ട് ഞാൻ ഒന്നും ഔദാര്യമായി നിങ്ങളോട് ചെയ്തിട്ടില്ല എന്നുകൂടി ഞാൻ പറയുകയാണ്. ഞാൻ ലോകത്തെമ്പാടും പോയി മലയാളികളെ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നാണ്, അവിടുത്തെ സീനിയർ സിറ്റിസൺസ് പ്രായമായവർ പറയുന്നു, നിങ്ങൾ ഗൾഫിലുള്ളവരെന്തായാലും നാട്ടിലേക്ക് മടങ്ങി വരേണ്ടവരാണ്, ഞങ്ങൾക്കതിനിപ്പോൾ പറ്റി, ഞങ്ങൾക്ക് വയസ്സായി എന്ന്. ഞാൻ പറഞ്ഞത് നല്ല കാലത്ത് ചിന്തിക്കണല്ലോ, നിങ്ങളുടെ വീട് നാട്ടിൽ മേടിച്ച് വയ്ക്കുക, എന്നിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക്. ഞാൻ പറഞ്ഞു, എവിടെ ചെന്ന് ഞാൻ ചങ്ങമ്പുഴയുടെ ഈരടികൾ ഞാൻ അവരോട് പാടാറുണ്ട്. ആഫ്രിക്കയിൽ ചെന്ന് അവിടുത്തെ ആഫ്രിക്കൻ മലയാളി സമ്മേളനത്തിൽ നൈറോബിയിൽ വെച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ചങ്ങമ്പുഴയുടെ 2 ഈരടികൾ. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലെന്ത്, അവിടെല്ലാം പൂത്ത മരങ്ങൾ തന്നെ. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ, ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ തുരുതുരപ്പുമഴ ആയി. പിന്നെ ഇവിടെ ആൾ തിരുത്താനുണ്ടായത് നന്നായി. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരപ്പുമഴ ആയി. പിന്നെ എന്നാണ് പറയുന്നത്. ആ കേരളത്തിൻ്റെ ചെടികളും ലതകളും കൊണ്ട് അനുഗ്രഹീതമായ ആ കേരളക്കരയെക്കുറിച്ച് ആലോചിക്കാത്ത ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല. ആയതുകൊണ്ട് നമ്മൾക്ക് അങ്ങോട്ട് മടങ്ങിപ്പോകേണ്ടവരാണ്. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് കാശയക്കുമ്പോൾ
നമ്മുടെ കുടുംബങ്ങളെ പുലർത്താൻ വേണ്ടി നാം ഇവിടെ വരുമ്പോൾ നാട്ടിൻ്റെ അവസ്ഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 5 മിനിറ്റ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് ഇന്ന് 1.5 മണിക്കൂർ കാറിലിരുന്നിട്ട് ബേജാറാവും. ഇവിടെ നിന്ന് കുടുംബമായിട്ട് അവിടെ പോയാൽ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല, അതല്ലെങ്കിൽ ചൂട്, ഒന്നിനും ജീവിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ നമ്മുടെ രാജ്യത്ത് പിതാവിൻ്റെയും പിതാമഹന്മാരുടെയും പിതാമഹതികളുടെയും സുഗന്ധമേറ്റ് വളരേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് മാംഗ്ലൂരിൻ്റെ തെരുവീഥികളിൽ, അല്ലെങ്കിൽ കോയമ്പത്തൂരിൻ്റെ തെരുവീഥികളിൽ, അതല്ലെങ്കിൽ ഉടുപ്പിയുടെ തെരുവീഥികളിൽ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൻ്റെ തെരുവീഥികളിൽ നാഥനില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. അതിനുള്ള വിദ്യാഭ്യാസ സൗകര്യം കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകളുടെ ദീർഘവീക്ഷണ ഇല്ലായ്മ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. അതാണ് സ്ഥിതി. പ്രൈവറ്റ് കോളേജുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കണമെന്ന് വന്നാൽ അതിനെതിരിൽ സമരം, എല്ലാത്തിനും സമരം. ഇപ്പോൾ ഫാക്ടറികൾ പൂട്ടാൻ സമരം, തുറക്കാൻ സമരമില്ല. അതാണ് സ്ഥിതി. എൻ്റെ സുഹൃത്ത് ലോകോത്തര വലിയ വ്യവസായിയായ ലക്ഷ്മി മിത്തൾ, അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ എന്താ മുതലിറക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ പിതാവ്, അതായത് എൻ്റെ ഫാദർ ഇൻ ലോ ദാൽമിയ, മരണപ്പെടാൻ തന്നെ ഒരു കാരണത്തിൽ ഒന്ന് പുനരൂർ പേപ്പർ മില്ലിനെ പറ്റിയുള്ള ടെൻഷനാണെന്ന് പറഞ്ഞു. അതാണ്. നിങ്ങൾക്കറിയാമോ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയും, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും എന്തോരം ഫാക്ടറികൾ നമ്മുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു. അതെല്ലാം ഓരോ കാരണം പറഞ്ഞ് പൂട്ടി. ഇന്ന് ബഹുമാനപ്പെട്ട അംബാസിഡർ പറഞ്ഞ മാതിരി, ഗിസ് എക്സലൻസി അംബാസിഡർ പറഞ്ഞ മാതിരി, ഗൾഫിലുള്ളതിൽ 65% ഇപ്പോൾ മലയാളികളാണ്. ഇന്ത്യക്കാരിൽ 65%. കാരണം നമ്മുടെ രാജ്യത്ത് ഒന്നും തുറക്കാൻ സാധ്യമില്ല. ഒരു സ്ഥാപനങ്ങളും തുറക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സും കൊണ്ട് അവിടെ പോകാൻ സാധ്യമില്ല. നിങ്ങളും ഞാനും കൊണ്ട് എന്തെങ്കിലും കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനെപ്പറ്റിയുള്ള റിസർച്ചും ചർച്ചയും അതിനെപ്പറ്റിയുള്ള ന്യൂസ് അവറും കൊണ്ട് ആകെ ഹലാക്കായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇതിനൊരു പരിഹാരം വേണ്ടേ? കാരണം നമ്മുടെ യുവാക്കൾ, പഠിച്ചു വരുന്ന അഭ്യസ്തവിദ്യരായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കേരളത്തിൽ ജോലി കൊടുക്കേണ്ട ചുമതലയും ബാധ്യതയും ആർക്കാണ്? സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും പരിതസ്ഥിതി പ്രവർത്തകർക്കും എല്ലാവർക്കും ഒത്തൊരുമിച്ച് അവർ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആയതുകൊണ്ട് അതിനുവേണ്ടി നാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 3-4 ദിവസം മുമ്പ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകൻ ഫാമിലി അടക്കം പോയിട്ട് എയർപോർട്ടിൽ കുടുങ്ങി, ബന്ദിൽ, ഹർത്താലിൽ വീട്ടിൽ പോകാൻ പറ്റാതെ, കുട്ടിക്ക് മരുന്നില്ലാതെ, അതുപോലെ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ സാധിക്കാതെ 8 മണിക്കൂർ, 9 മണിക്കൂർ, 10 മണിക്കൂർ എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളുടെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇവിടെ വന്നാൽ നാം കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, സമ്മാനങ്ങൾ കൊടുക്കും, അവരെ കൊണ്ടുവന്ന് സ്വീകരിക്കും, അതൊക്കെ ചെയ്യും. എന്നാൽ നമ്മളുടെ അവിടെ ചെല്ലുമ്പോഴുള്ള സ്ഥിതി എന്താണ്? ഞാൻ പല രാഷ്ട്രീയ നേതാക്കളോടും പറഞ്ഞു, ഹർത്താൽ വരുമ്പോൾ പ്രവാസികൾ അതിൽ നിന്ന് ഒഴിവാക്കുക. അറ്റ്ലീസ്റ്റ് എയർപോർട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും നിങ്ങൾ ഞങ്ങളെ തടഞ്ഞ് ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ഞങ്ങളെ കല്ലെറിയാതിരിക്കുക. കാരണം കേരളത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. നീ ഗൾഫിൽ നിന്ന് എല്ലാ മാസവും ഞാനും നിങ്ങളും അധ്വാനിക്കുന്ന കാശ് കേരളത്തിലില്ല എങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്? നമ്മളുടെ പിതാക്കന്മാർക്ക്, നമ്മുടെ മാതാക്കന്മാർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് പഠിക്കാൻ, അവർക്ക് മരുന്ന് മേടിക്കാൻ, അവർക്ക് ജീവിക്കാൻ, അവർക്ക് സാധനങ്ങൾ മേടിച്ച് ഓണം ആഘോഷിക്കാൻ ഇവിടെ നിന്ന് എല്ലാ മാസവും നമ്മൾ കാശയച്ചു കൊടുത്തില്ല എങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്? വളരെ വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. ഇവിടെ 20 കൊല്ലക്കാലം കുടുംബമില്ലാതെ ജീവിക്കുന്ന, കാരണം 10-26,000 മലയാളികളുള്ളപ്പോൾ എനിക്കറിയാം അവരുടെ ബുദ്ധിമുട്ട്. കുടുംബമില്ലാതെ ജീവിക്കുന്ന 20 കൊല്ലക്കാലം കുടുംബമില്ലാതെ ജീവിക്കുന്ന ഒരു ബാച്ചിലർ ഈ 20 കൊല്ലത്തിൽ 2 കൊല്ലമോ 2.5 കൊല്ലവുമാണ് സ്വന്തം കുടുംബമായി ജീവിക്കുന്നത്, സ്വന്തം മക്കളുമായി ജീവിക്കുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ അതിഥികളായിട്ടാണ് അവർ പോകുന്നത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ അതിൻ്റെ സ്ഥിതിയില്ല. ഞാൻ തന്നെ ഒരു ഷോപ്പിംഗ് മാൾ തുടങ്ങിയിട്ട് അത് കയ്യേറി എന്ന് പറഞ്ഞിട്ട് ഹലാക്ക് 1 മാസം അത് തന്നെയായിരുന്നു സ്ഥിതി.
യൂസഫലി പോയിട്ട് ഒരു സെൻറ്റ് കയ്യേറി, 2 സെൻറ്റ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം. അതാണ് കേരളത്തിൻ്റെ സ്ഥിതി. ഈ സ്ഥിതിക്കൊരു മാറ്റം വന്നേ പറ്റൂ. ആയതുകൊണ്ട് ഈ കാര്യത്തിന് വേണ്ടി പ്രവാസികളായ നമ്മൾ ഈ വോട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് വോട്ട് ചെയ്യാൻ സൗകര്യം ചെയ്യാൻ വേണ്ടി എൻ്റെ പുത്രി ഭർത്താവ് ഡോക്ടർ ഷംഷീർ, പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവ്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഈ വോട്ട് ചെയ്ത് ഇതിനൊരു പരിഹാരം, കാരണം അത് നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യണം. ഞാൻ ഇലക്ഷൻ നിൽക്കാൻ പോകുന്നില്ല കേട്ടോ, അതല്ല പറയുന്നത്. അതിനൊരു പരിഹാരം നമ്മൾ ഒത്തൊരുമിച്ച് കാണേണ്ടിയിരിക്കുന്നു. നിങ്ങളെന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും അടുപ്പത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്ന് അധ്യാപക ദിനം കൂടിയാണ്. അതിനെപ്പറ്റി ഒരക്ഷരം കൂടി നിർത്തണ അല്ല, സമയമാണെങ്കിൽ ഞാൻ നിർത്തി അതുകൊണ്ടും പറഞ്ഞു നിർത്തിക്കൊള്ളാനാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ നീട്ടണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് അധ്യാപക ദിനമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയേണ്ട ദിവസമാണ് ഇന്ന്. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ബിരുദദാന സമ്മേളനം നിർവഹിച്ചുകൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷകൻ ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞത്, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണനെക്കുറിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ അംബാസിഡറായിരുന്ന, സോവിയറ്റ് റഷ്യയിലെ ഇന്ത്യയുടെ അംബാസിഡറായിരുന്ന ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ. അദ്ദേഹം പോരുമ്പോൾ സ്റ്റാലിൻ പറഞ്ഞത്, മനുഷ്യത്വത്തോടുകൂടി എന്നോട് പെരുമാറിയ ആദ്യ വ്യക്തി ഡോക്ടർ രാധാകൃഷ്ണനാണെന്നാണ് പറഞ്ഞത് സ്റ്റാലിൻ. അങ്ങനത്തെ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ മൂല്യബോധമില്ലാത്ത, ആത്മീയ ബോധമില്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചാൽ അവർ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മളുടെ കുടുംബത്തിനും ഉപകാരപ്രദമില്ലാത്ത ഒരുപാട് ബിരുദധാരികളെയും ബിരുദധാരിണികളെയും സൃഷ്ടിക്കുക എന്നതിൽ കവിഞ്ഞ് നിങ്ങൾ യാതൊന്നും ചെയ്യുന്നില്ല എന്ന്. ഒരർത്ഥം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കാം. കുട്ടി ആത്മീയ ബോധമുള്ളവരായി വളർത്തുക. മാതാപിതാ ഗുരു ദൈവേ, മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കാൻ, ദൈവത്തെ ഓർമ്മിക്കാൻ പഠിപ്പിക്കുക. ഞങ്ങളുടെ ഖുർആൻ പറയുന്നു, ആരെങ്കിലും നിങ്ങളോട് ദൈവം എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ പറയൂ, ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. വമാ ഖദറുല്ലാഹി ഹഖ്ക ഖദരിഹി, നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കേണ്ട വിധം, അള്ളാഹുവിൻ്റെ മനസ്സിലാക്കേണ്ട വിധം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാൽ നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ കുട്ടികളെ ആ നിലയ്ക്കേ പഠിപ്പിക്കുകയുള്ളൂ. ഭഗവത്ഗീത പറയുന്നു, അവജാനന്തിമാ മൂഢാമാനുഷം തനുമാശ്രിതം പരംഭാവമജാനന്ദ മമഭൂതമഹേശ്വരം. പ്രസംഗിക്കണമെങ്കിൽ ഇനി അങ്ങനെ ഇപ്പം നിർത്താം. പുള്ളി ഇങ്ങനെ കൈ കൊണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം സർവ്വലോകവ്യാപിയാണ്. അച്ഛനുള്ളത് കൊണ്ട് അതും കൂടി ഞാൻ പറയാം. വലിയ ഉയരത്തിൻ്റെ മുകളിൽ മലമുകളിൽ കയറിയുന്ന തൻ്റെ അനുചരന്മാരോട് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് മുസ്ലിമീങ്ങൾ പറയുന്ന ജീസസ് ക്രൈസ്റ്റ് എന്ന് ക്രിസ്തീയ സഹോദരന്മാർ പറയുന്ന ജീസസ് പറഞ്ഞത്, നിങ്ങൾ അറിവുള്ളവരാകൂ, ദൈവത്തിലേക്ക് അടുക്കൂ, ദൈവത്തെ ഭയപ്പെടൂ എന്നാണ്. ആയതുകൊണ്ട് നമ്മുടെ വരും തലമുറയെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായി, അതോടൊപ്പം ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മൂല്യബോധങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വളർത്തുന്ന വരും തലമുറയെ വളർത്തിയെടുക്കാനുള്ള ചുമതല നിങ്ങളിലും എന്നിലുമാണെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളെന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും അടുപ്പത്തിനും നിങ്ങളെ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടി നോക്കിക്കണ്ടുകൊണ്ട്, എന്നോടും എൻ്റെ സ്ഥാപനങ്ങളോടും കാണിക്കുന്ന ഔദാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, ഇനിയും ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വന്ന് നിങ്ങളെ കാണാനും സംസാരിക്കാനും നിങ്ങളുമായി കൂടുതലടുക്കുവാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട്, ഇനിയും ബഹ്റൈൻ കേരളീയ സമാജത്തിന് മതിൽ കെട്ടുന്നു എന്ന് പറഞ്ഞു. എനിക്ക് സന്ദർഭം വേറെ എനിക്ക് മനസ്സിലായി. ഏതായാലും ബിൽഡിംഗായി ഇനിയിപ്പം മതിൽ ബാക്കിയുണ്ട് എന്നിങ്ങനെ സൂചിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ആ മതിൽ കെട്ടാൻ വേണ്ടി ഒരു 10,000 ബീഡി കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് തെറ്റിയ ഭാഗം ഒന്നും കൂടി പാടിയിട്ട് ഞാൻ നിർത്താം.
എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലെന്ത്, അവിടെല്ലാം പൂത്ത മരങ്ങൾ തന്നെ. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ദൂരപ്പൂമഴ ആയി പിന്നെ. അല്ലെങ്കിൽ വിചാരിക്കും നിങ്ങൾ മറന്നു. താങ്ക് യു.